താത്ത, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എല്ലാവരും നബീനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നബീന്റെ ഒരു ഫോട്ടോ കൂടി ഉണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയിരുന്നാ മതിയായിരുന്നില്ലേ? എന്താന്നറിയോ, നല്ല നിലാവുള്ള രാത്രി നമ്മള് വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ചന്ദ്രനെ നോക്കിയിരിക്കാറില്ലേ? അതേപോലെ നല്ല നിലാവുള്ള ഒരു രാത്രി അനസ്രുല്ലാനു ഈ ചന്ദ്രനെ ഇങ്ങനെ നോക്കിയിരിക്കട്ടോ. പെട്ടെന്ന് അനസ്രുല്ലാനു ഒരു സംശയം തോന്നി, ഈ മനോഹരമായി നിൽക്കുന്ന ചന്ദ്രനാണോ ഇന്ന് മുത്ത് നബിയാണോ കാണാൻ കൂടുതൽ സൗന്ദര്യം? അപ്പൊ അനസ്രുല്ലാനുവിന്റെ തൊട്ടപ്പുറത്ത് നബിതങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അനസ്രുല്ലാനു ചന്ദ്രനിലേക്കൊന്നും ഇങ്ങനെ നോക്കി, പിന്നെ റസൂലിലേക്കും ഇങ്ങനെ നോക്കി, പിന്നെ ചന്ദ്രനിലേക്ക് നോക്കി, പിന്നെ റസൂലിലേക്ക് നോക്കി. എന്നിട്ട് ഒരു തവണ പോലും നുണ പറയില്ലെന്ന് നബിതങ്ങൾ ഗ്യാരണ്ടി നിന്ന അനസ്രുല്ലാനു പറയാണ്, വല്ലാഹി ലഹു ഇന്ദി അഹ്സനു മിനൽ ഖമർ. പടച്ചോനാണ് സത്യം, ആ നിൽക്കുന്ന ചന്ദ്രനേക്കാൾ എന്റെ മനസ്സിൽ റസൂലായിരുന്നു കൂടുതൽ സൗന്ദര്യമുള്ള മനുഷ്യൻ. നബിതങ്ങളുടെ മരണത്തിന് ശേഷം കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഇതിങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ നബിതങ്ങളെ കുറിച്ച് ഒരുപാട് ഭാവനകൾ വരുന്നില്ലേ, ഒരുപാട് ഇമാജിനേഷൻസ്. നബിതങ്ങൾ എങ്ങനെയായിരിക്കുന്നു, ഒരു പക്ഷേ അതങ്ങനെ അനന്തമായിട്ട് ഒഴുകാനായിരിക്കും നബിതങ്ങൾ ഒരു ചിത്രമൊന്നും തരാതെ പോയത്. അല്ലെങ്കിലും ചന്ദ്രനേക്കാളും പ്രഭയുള്ള നൂറിൽ നിന്നും ഒരു ഫോട്ടോക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലടോ.